ഹായ്, നമസ്കാരം. ദേവര പാർട്ട് 1. സംവിധാനം നമ്മുടെ കൊരട്ടാല ശിവ. NTR ആണ് നായകനായിട്ട് വരുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ അനിരുദ്ധാണ്. സോ ഈ സിനിമേന്റെ റിവ്യൂ പറയുമ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ട്, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഊക്കും. പക്ഷേ പാക്കലാം എന്നുള്ളതാണ് എന്റെ തീരുമാനം. കാരണം ഞാൻ ഈ സിനിമ കഴിഞ്ഞ് വരുന്ന സമയത്ത് 2 റിവ്യൂ, ആരുടെതൊക്കെ ഞാൻ പറയുന്നില്ല, കണ്ടു. രണ്ടിലും ഈ സിനിമ വളരെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. വളരെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കാട്ടപരാധം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാട് കയറരുത്. അതായത് ഒരു വമ്പൻ സിനിമയാണെന്നോ അല്ലെങ്കിൽ ഘടാഘടിയൻ ഞെട്ടിക്കുന്ന പെർഫോമൻസുകളാണെന്നോ എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ അല്ലെങ്കിൽ ടീസറൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇത് എത്രമാത്രം നന്നായിരിക്കാം, അല്ലെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും വരിക, ഇതിന്റെ വിഷ്വൽസ് എന്തായിരിക്കാം, ഇതിലെ BGM മ്യൂസിക്കിൽ എങ്ങനെ വരാൻ സാധ്യതയുണ്ട്, ഇതിലെ നടന്റെ പെർഫോമൻസ് വെച്ച് ഇത് ഇന്ന രീതിയിലായിരിക്കാം എന്നൊക്കെ ഒരു തോന്നൽ. എല്ലാ ട്രെയിലറും നമുക്ക് കിട്ടില്ലെങ്കിലും മിക്ക ട്രെയിലറിനും നമ്മൾ കാണുന്ന സമയത്ത് ഇത് എത്തരത്തിലുള്ള ഒരു കഥയായിരിക്കും എന്നൊക്കെ നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രഡിക്ഷൻ വെച്ച് നമ്മുടെ പ്രതീക്ഷ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ സിനിമയ്ക്ക് പോവുക. അങ്ങനെ നോക്കുമ്പോൾ ദേവര എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എന്താണോ തോന്നിയത്, അത് വെച്ച് എന്റെ പ്രതീക്ഷകൾ എന്തായിരുന്നോ അതിനോട് 100% നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് സിനിമ ഈ കൊരട്ടല ശിവ എന്ന് പറയുന്ന നമ്മുടെ ശിവണ്ണൻ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇതൊരു തെലുഗു സിനിമയാണ്. 2, NTR ആണ് നായകൻ. 3, ശിവണ്ണനാണ് ഇതിന്റെ സംവിധായകൻ. 4, അനിരുദ്ധാണ് മ്യൂസിക്. അപ്പോ ഈ ഒരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് എത്രമാത്രം ഈ ഒരു സിനിമ വലുതായേക്കാം, ഇല്ലെങ്കിൽ വളരെ ഫ്ലോപ്പ് ആവുന്നുണ്ടെങ്കിൽ എത്രമാത്രം അത് താഴേക്ക് പോയേക്കാം എന്നുള്ളൊരു ഒരു ചെറിയൊരു ഒരു കണക്കൂട്ടൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഫസ്റ്റ് ഹാഫ് വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു കടൽ കൊള്ളയായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ്. ഇതിൽ സെയ്ഫ് അലി ഖാനാണ് വില്ലനായിട്ട് വരുന്നത്. നായകനായിട്ട് വരുന്ന നമ്മുടെ NTRന്റെ ക്യാരക്ടർ അതിനെ എന്താ പറയുക, ഓപ്പോസ് ചെയ്യുന്ന ആളാണ്. ഈ ഈ കടൽ കൊള്ളക്കൊക്കെ എതിരെ നിൽക്കുന്ന ആളാണ്, ആ നാടിന് വേണ്ടി നിൽക്കുന്ന ആളാണ് എന്നൊക്കെ നമുക്കറിയാം. ഈ ഇത്ര തന്നെ ഉള്ളൂ കഥ. വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള, വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, ഒരു സ്ഥലത്ത് പോലും ഡിസ്റ്റോർട്ട് ചെയ്യണോ അവർക്ക് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ കഴിയാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. തുടക്കം മുതൽ 3 മണിക്കൂർ നേരത്തോളം ഉണ്ട് സിനിമ. ഈ 3 മണിക്കൂറും പറയുന്നത് ഈ സംഭവം തന്നെയാണ്. അതിന് ഇങ്ങനെ ലെങ്ത് ആയിട്ട് വലിച്ചു നീട്ടണമെന്നായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഭാഗങ്ങൾ ഒഴികെ അതിനെ ഇങ്ങനെ ലാസ്റ്റ് വരെ എൻഡ് വരെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോ അത്തരത്തിൽ ഈ 3 മണിക്കൂർ ഈ കഥ പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് തന്നെ അവര് എടുത്തു വെക്കണം. അപ്പോഴാണ് നമുക്ക് അടുത്ത എന്താന്ന് കാണാനുള്ള ഒരു ഫീൽ ഉണ്ടാവുക. അപ്പൊ അത് വളരെ നന്നായിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഇതിന്റെ ഇന്റർവെൽ ടൈമിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതൊക്കെ കിടിലനായിരുന്നു. കിടിലൻ എന്ന് പറഞ്ഞാൽ കഥ ഇപ്പൊ നമുക്ക് വളരെ നോർമൽ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു മലയാളി പ്രേക്ഷകൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ നല്ല കഥകളുള്ള സിനിമകൾ, നല്ല സ്ക്രിപ്റ്റ് വൈസ് ഗംഭീരമായിട്ടുള്ള സിനിമകൾ തെരഞ്ഞെടുത്ത് കാണുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഇതിന്റെ, ഞാൻ മാത്രമല്ല നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു കഥ എടുത്ത് നോക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥ, ഇത് എന്തരടെ കാണിച്ചു വെച്ചേക്കുന്ന തോന്നുന്ന സാധനത്തിനെ വിഷ്വൽ കൊണ്ടും BGM കൊണ്ടും ഭയങ്കരമായിട്ട് ഇവര് മേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ശിവ, നമ്മുടെ ഈ കൊരട്ടാള ശിവ എന്ന് പറയുന്നതിന്റെ സംവിധായകൻ ഈ ഒരു സിമ്പിൾ കഥയെ കണ്ടിരിക്കുന്നത് വലിയ സ്കെയിലാണ്. ആ ഒരു സ്കെയിൽ, ആ ഒരു വലിപ്പം ഓരോ സീനിലും ഇവർ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ട് തന്നെ വന്നിട്ടുമുണ്ട്. അപ്പൊ ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിരുന്നു. ദേവര എന്ന് പറഞ്ഞ ടൈറ്റിൽ റോൾ ചെയ്തിരിക്കുന്ന ആളുടെ കഥ, അയാളുടെ സാഹചര്യം, അയാളുടെ പവർ, അതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതൊരു തെലുഗു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത അൺസൈക്കബിൾ ആയിട്ടുള്ള ചില സീൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു നായകൻ 100 ആളെയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ, അതും 5 മിനിറ്റ് കൊണ്ടൊക്കെ തീർക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ സഹിക്കാനുള്ള ഒരു മനസ്സുമായിട്ട് വേണം നിങ്ങൾ പോവാൻ. ആ സംഭവങ്ങളൊക്കെ ഇതിന്റെ ഒരു ഭാഗത്തോടെ നടക്കുന്നുണ്ട്. കാരണം വിഷ്വൽ ഇങ്ങനെയാണെങ്കിലും ഭയങ്കര സംഭവങ്ങളൊക്കെ ആണെങ്കിലും തെലുഗു സിനിമ തെലുഗു സിനിമ തന്നെയാണ്. അതിനനുസരിച്ചുള്ള കുറെ സാധനങ്ങൾ ഇവര് തരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഞാൻ പറയുന്നത്. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്ര നന്നായിട്ട് വന്നിട്ടുണ്ട്, ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കി വെക്കാൻ ഫസ്റ്റ് ഹാഫിന് സാധിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ജാൻവി കപൂർ എന്നൊരു നായിക വരുന്നതോടുകൂടി, എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്തൊരു നായികയാണ് ഈ ജാൻവി കപൂർ. അതുകൊണ്ട് തന്നെ അവരുണ്ടായിരുന്ന ഓരോ സീനും എനിക്ക് വളരെ ബോറായി, വളരെ എന്താ വലിച്ചു നിടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിലെ ഒരു പാട്ടുണ്ട്, അതൊഴികെ. എനിക്ക് തോന്നുന്നു ഈ പാട്ടിന് വേണ്ടെന്ന് തന്നെയാണ് ജാൻവി കപൂറിനെ ഇവർ ഉപയോഗിച്ചിട്ടുള്ളതും. അത് നന്നായിട്ട് വന്നിട്ടുമുണ്ട്.
അത് കഴിഞ്ഞപ്പോൾ ശരി മൂട്ടിലെ പൊടിയും തട്ടിപ്പോയിക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാരണം അതിനുശേഷം പിന്നെ അവരെവിടെയും കണ്ടിട്ടില്ല. സോ ആ പാട്ട് വരെയുള്ള ഭാഗങ്ങൾ, ആ പാട്ട് ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും ജാൻവി കപൂർ ഉള്ള എല്ലാ സീനും, അത് ജാൻവി കപൂർ ഉള്ളത് കൊണ്ട് മാത്രമല്ല, അവിടെ NTR ആണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലൊക്കെ ഭയങ്കര ചളിഞ്ഞ കോമഡി ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇനി തെലുങ്കിൽ ഭയങ്കര വർക്കായ സാധനം മലയാളത്തിലേക്ക് ഡബ് ചെയ്തപ്പോ കയ്യിൽ പോയതാണെന്ന് അറിയില്ല. ചളിഞ്ഞ കുറെ സാധനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഫസ്റ്റ് ഹാഫിന്റെ എല്ലാ വിലയും കളയോ എന്ന് തോന്നിപ്പിച്ച ഒരു നിമിഷമുണ്ട്. അതായത് നമുക്ക് കുറ്റം പറയാനുള്ള കുറെ മൊമെന്റ്സ് ഇവരിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ പോയി 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 എൻഡിലേക്ക് എത്തുമ്പോൾ വീണ്ടും ആ പഴയ പ്രതാപം, അതായത് ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു പ്രതാപത്തിലേക്ക് എത്തുന്നില്ലെങ്കിലും തരക്കേടില്ലാത്ത രീതിയിൽ അവർ കൊണ്ടുപോയി ഇത് എൻഡ് ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. ഇനി ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകൾ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ സിനിമ ഒരു 90% തോളിലേറ്റ് കൊണ്ടുപോകുന്നത് ജൂനിയർ NTR തന്നെയാണ്. പുള്ളി സ്ഥിരമായിട്ടുള്ള സാധനം തന്നെ, ഭയങ്കരമായിട്ട് ചെയ്യുമെന്നും പറയുന്നില്ല. എന്നാൽ മറ്റുള്ള പുള്ളിക്കാരന്റെ സിനിമയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള തരക്കേടില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് തന്നെ. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഗംഭീരമായിരുന്നു. അതുപോലെ ഇതിലൊരു സോങ് ഉണ്ട്. ആ സോങ് എനിക്ക് അതിലെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് നായികയും നായകനുള്ള റൊമാൻറ്റിക് സാധനമല്ല, അതല്ലാതെ തുടക്കത്തിലുള്ള ഫസ്റ്റ് ഹാഫിലുള്ള ഒരു സോങ് ഉണ്ട്. എനിക്ക് അതിലെ ഡാൻസ് മൂവ്മെന്റ്സ് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അതുപോലെ ഷൈൻ ടോം ചാക്കോ, എന്തിനാണ് ഇങ്ങനൊരു കാസ്റ്റിംഗ് എന്ന് ഒരു ഐഡിയ ഇല്ല. ഷൈൻ ടോമിന് പോലും അറിയില്ല എന്തിനാണ് ഞാൻ ഇതിൽ അഭിനയിക്കണമെന്ന്. വെറുതെ തെലുങ്കുന്ന ഒരു അവസരം കിട്ടി ഇന്ന് അഭിനയിച്ചേക്കാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ടീമിന്റെ, അതായത് ഈ ദേവര ടീമിന്റെ ഉദ്ദേശം കറക്റ്റ് ആയിട്ടുണ്ട്. കാരണം മലയാളി പ്രേക്ഷകർക്ക് മലയാളത്തിൽ നിന്ന് ഒരാളെ കൊടുക്കുക, അതുകൊണ്ട് കുറച്ച് വ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ രീതിയിലുള്ള ഒരു ചിന്തയായിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. കാരണം എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ആളുകൾ കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ അത് വർക്കായിട്ടുണ്ട്. പക്ഷെ ഈ ഷൈൻ ടോം ചാക്കോന്റെ രീതിയിൽ നോക്കുമ്പോൾ വേസ്റ്റ് ക്യാരക്ടറാണ്. പുള്ളിക്കാരന് ചെയ്യണമെന്ന് യാതൊരു ആവശ്യമില്ല. അവിടെ ആർക്ക് വേണമെങ്കിലും ആ റോൾ ചെയ്യാമായിരുന്നു. അത്രേ ഉള്ളൂ. പെർഫോം ചെയ്യാനുള്ള വലിയ ഗ്യാപ്പോ സാധനങ്ങളൊന്നും ഇല്ല. പോരാത്തിന് മലയാളികൾ ഇത് കാണുമ്പോൾ എന്തോന്നിടയെ എന്തിനിടയെ എന്ന് ചോദിക്കാൻ നമുക്ക് തോന്നുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതല്ലാതെ പിന്നെ സെയ്ഫ് അലി ഖാനാണ് ഇതിൽ വില്ലനായിട്ട് വരുന്നത്. ഒരു വില്ലൻ വരുമ്പോൾ നായകന്റെ തോളോട് തോൾ നിന്നിട്ടില്ലെങ്കിലും ഏകദേശമെങ്കിലും, ഇപ്പൊ തെലുഗു സിനിമയാകുമ്പോൾ ഒട്ടും നായകനോളം ശക്തമായിട്ടുള്ള വില്ലനും വരാൻ സാധ്യതയില്ല. എന്നാലും കുറച്ചെങ്കിലൊക്കെ സ്ട്രോങ് ആക്കാമായിരുന്നു. അതും വന്നിട്ടില്ല. സെയ്ഫ് അലി ഖാനൊക്കെ അട്ടർ വേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിന്റെ ലുക്കും ബോഡിയും സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ വില്ലൻ കുറച്ചുകൂടെ എന്നല്ല, വളരെ സ്ട്രോങ് ആവണമായിരുന്നു. ആ സ്ട്രോങ്നെസ് ഒന്നും ഇതിലില്ല. ലുക്ക് വൈസ് ഉണ്ട്, ഡയലോഗ് വൈസ് ഉണ്ട് എന്നല്ലാതെ പെർഫോമൻസ് വൈസ് ഒരിക്കലും അത് വന്നിട്ടില്ല. അതുപോലെ ഈ വില്ലൻ ഉണ്ടാക്കുന്ന ഒരു ടീമുണ്ട്, ഒരു 10-25 ആളുകളുടെ ടീം. അവർ ചെറുപ്പം മുതലൊക്കെ ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതൊന്നും പെർഫോമൻസ് വൈസ് വന്നിട്ടില്ല. എല്ലാരെയും കുറെ ഇൻഡ് മാർക്ക് ഇട്ട് വിടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ വിഷ്വലി അതുപോലെ തന്നെ മ്യൂസിക്കലി ഇത് ഒരു ട്രീറ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി തിയേറ്ററിൽ നിന്ന് കാണാവുന്ന സിനിമ തന്നെയാണ്. വീണ്ടും പറയുന്നു, തെലുഗു സിനിമകൾ അതിന്റെ രീതിയിൽ തന്നെ കാണാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം കാണുക. അതല്ലാതെ ഫുൾ ലോജിക്ക് വെച്ച് വളരെ ബുദ്ധിമാന്മാരായി ചിന്തിച്ചിട്ട് നിങ്ങൾ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപരാധമായിട്ട് തോന്നിയേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രെയിലറിൽ എന്താണോ കണ്ടത് അതിൽ നിന്ന് എന്റെ പ്രതീക്ഷ എന്തായിരുന്നോ അതിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അത് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നലോടുകൂടിയാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയിട്ടുള്ളത്. ആൻഡ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ. ഭയങ്കര സിനിമയാണെന്നല്ല, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള, ഒരു വട്ടമൊക്കെ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റുന്ന നല്ല വിഷ്വൽസ് ഉള്ള, നല്ല ആക്ഷൻ രംഗങ്ങളുള്ള, നല്ല BGM-ഉം നല്ല മ്യൂസിക്കും ഉള്ള ഒരു ഒരു പക്ക തെലുഗു സിനിമയാണ് ദേവര പാർട്ട് 1. സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടിയിട്ട് അവർ എന്തോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതൊക്കെ വൻ കോമഡി ആയിട്ട് തോന്നി. സെക്കൻഡ് പാർട്ടിൽ ഇനി ഇവർ എന്ത് കാണിക്കുമോ എന്തോ ഒന്നും അറിയില്ല. പക്ഷെ പാർട്ട് 1 തിരക്കേടില്ലാത്ത സിനിമ തന്നെയാണ്. ആൻഡ് ഇതിൽ നമ്മുടെ പ്രകാശ് രാജ് ഉണ്ട്. എല്ലാ തെലുഗു സിനിമയിലും ഒരു വയസ്സിന് വേണം കഥ പറയാന്ന് പറഞ്ഞ പോലെ വെറുതെ ഒരു കഥാപാത്രം. അതിനപ്പുറത്തേക്ക് യാതൊരു വാല്യൂവും ആ ക്യാരക്ടറുകളായിട്ടും തോന്നിയില്ല. അപ്പൊ അത്തരത്തിൽ തെലുഗു സിനിമകൾ സ്ഥിരമായി കണ്ടുവരുന്ന പാറ്റേൺ ഒക്കെ തന്നെയാണ്. പക്ഷെ വീണ്ടും പറയുന്നു, വിഷ്വലി ആൻഡ് മ്യൂസിക്കലി ഒരു കിടലം സാധനമായിട്ട് തന്നെ ഇവർ തന്നിട്ടുണ്ട്. കണ്ടിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. തെറി വിളിക്കേണ്ടവർ തെറി വിളിക്കുക. നല്ല പറയേണ്ടവർക്ക് നല്ലത് പറയാം. നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് കിട്ടണേ എന്ന പ്രാർത്ഥനയോടെ അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ